മഴയാണ്, മഴ 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 മഴ. കടവിലെ നല്ല മഴയാണല്ലോ. ഇപ്പോൾ വണ്ടി കുറച്ച് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി, BMW G310 GS. അതപ്പോൾ വരുന്നതെന്ന് പറയുമ്പോൾ ഇത് സിംഗിൾ സിലിണ്ടർ വണ്ടിയാണ്, 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് സിസ്റ്റം. പിന്നെന്താണ്, പിന്നെ എനിക്ക് തോന്നുന്നു 835 ആ ഒരു ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. പിന്നെന്താ, അതുപോലെ തന്നെ സ്ലിപ്പർ ക്ലച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റൈഡ് മോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ വണ്ടി ഇപ്പം നിലവിലില്ല, ഇതിപ്പം ഡിസ്കണ്ടിന്യൂ ആയി. പിന്നെന്താ, ഇത് കുറച്ച് ഓടിക്കാൻ കുറച്ച് സുഖമുള്ള വണ്ടിയാണ്. ഷോറൂമിൽ ഇറങ്ങിയ സമയത്താണെങ്കിൽ കുറച്ച് എക്സ്ഷോറൂം എമൗണ്ട് കുറച്ച് കൂടുതലായിരുന്നു. അപ്പം അങ്ങനെ ആൾക്കാരങ്ങനെ ഇത് ചൂസ് ചെയ്യില്ല. പക്ഷേ ഇത് എന്തുകൊണ്ട് നല്ലൊരു ബൈക്കാണ്. എനിക്ക് ഓടിച്ചതിൽ എനിക്കെന്തായാലും വണ്ടി ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഡിഫറെൻറ്റ് ഫീലാണ്. ഞാൻ കൂടുതൽ ADV ബൈക്സ് അങ്ങനെ ഓടിക്കുന്ന ഒരാളല്ല. എന്നാൽ തന്നെയും ഞാൻ പുതിയ എക്സ്പൾസിൻ്റെ 210 കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ടുണ്ട്. പിന്നെ എന്താ, KTMൻ്റെ ADV 390 അങ്ങനെ കുറച്ച് ബൈക്സൊക്കെ ഓടിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ കൂടുതലും ഈ സ്പോർട്സ് ബൈക്ക് കാര്യങ്ങൾ, അങ്ങനത്തെ ഓറിയൻറ്റഡ് നേക്കഡ് സ്പോർട്സ്, അതൊക്കെയാണ് എനിക്ക് കൂടുതൽ താല്പര്യമുള്ള വണ്ടികൾ. എന്തായാലും ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഇതിന് പല പല വേരിയൻറ്റ് കളേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ അതേ ഈ ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. അങ്ങനെ പല കളേഴ്സ് വരുന്നുണ്ട് വണ്ടിക്ക്. പിന്നെന്താ, നമുക്ക് നല്ല വെയ്റ്റ്ലെസ് ആണ്, അതാണ് ഏറ്റവും വലിയൊരു ഗുണം. ഒരു 164 കിലോയൊക്കെ ഉള്ളൂ വണ്ടിയുടെ വെയിറ്റ് വരുന്നത് ഏകദേശം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാനും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. സ്റ്റാർട്ടാക്കാം നമുക്ക്. ഓഡോമീറ്റർ, പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ടൈം, കാര്യങ്ങൾ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഫ്യൂവലിൻ്റെ ലെവൽ കാണിക്കുന്നുണ്ട്, RPM മീറ്റർ കാണിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇതിനകത്തിപ്പോൾ ഉള്ളത്. നമുക്ക് എന്തായാലും വണ്ടി ഓടിക്കാം. ഗിയർ സ്റ്റാൻഡിൽ കിടന്ന് വണ്ടി ഓഫാക്കി പോയി. ഇവിടുന്ന് ജസ്റ്റ് കറങ്ങി അങ്ങോട്ട് തന്നെ കൈ കൊടുത്ത് നോക്കാം. വണ്ടിയുടെ ഇനിഷ്യൽ ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഓപ്പൺ റോഡ് കിട്ടിയിട്ടുണ്ട്.
നമുക്ക് ഓടുന്നത് സ്റ്റെപ്പാണ്. ഓ, രാവിലെ തൊട്ട് ഭയങ്കര തിരക്കാണ്. മറ്റേ നമ്മളുടെ CMൻ്റെ സത്യപ്രതിജ്ഞ കാരണം ഭയങ്കര തിരക്കാണ്. അതിൻ്റെ വെച്ചിട്ടായിരിക്കണം, നല്ല തിരക്കുണ്ട്. ട്രിവാൻഡ്രം മൊത്തത്തിൽ നല്ല തിരക്കാണ്. ഞാൻ രാവിലെ വേറൊരു അത്യാവശ്യത്തിന് ഇറങ്ങിയ സമയത്തും ഇതേ തിരക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ്. രാവിലെ ഒന്നും അടുക്കാനേ പറ്റൂല, അതുപോലെ തിരക്കാണ്. ബ്ലോക്കിൽ പെട്ടിട്ട് ലാസ്റ്റ് ഭയങ്കര സീനായിപ്പോയി. നമ്മളിനിയിപ്പം അടുത്തത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് വേറെ കുറച്ച് ബൈക്സാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ബൈക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെയെങ്കിലും കൊണ്ടുവരാം. ബൈക്കാണെങ്കിലും കാറാണെങ്കിലും നമുക്ക് അത് നിങ്ങളുടെ ഇഷ്ടം നമുക്ക് അതിനനുസരിച്ച് വണ്ടി നോക്കിയിട്ട് നമുക്ക് എന്തായാലും ചെയ്യുന്നതായിരിക്കും വീഡിയോ. എന്തായാലും ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് പുതിയ കുറച്ച് കണ്ടൻറ്റൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം, പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഈ വണ്ടിയെ പറ്റി കൂടുതൽ പറയുമ്പോൾ ഇത് 313cc 4-stroke വാട്ടർ കൂൾഡ് എഞ്ചിൻ, 33.52 bhp, 28 Nm ടോർക്ക്, 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്, ഡ്യുവൽ ചാനൽ ABS, അതുപോലെ 11 ലിറ്റർ ഫ്യൂൽ കപ്പാസിറ്റി. ഇതൊക്കെയാണ് ഈ വണ്ടിക്ക് വരുന്നത്.